ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു ചേന കിട്ടിയിട്ടുണ്ട്, കളച്ചെടുത്തിട്ടുണ്ട്. ആ ചേന കൊണ്ടാണ് ഇന്ന് കറി തയ്യാറാക്കുന്നത്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി, അപ്പം, ദോശ എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. ഈ കറി തയ്യാറാക്കാനായി ഒരു കഷ്ണം ചേന ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് പാത്രത്തിലേക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, ഒന്ന് ചെറുതായി ഫ്രൈ ആയി കിട്ടിയാൽ മതി. കളിച്ചെടുത്ത ഉടനെയുള്ള ചേനയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല വെണ്ണ പോലെ ഇരിക്കും. ഇത് വെന്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ചേനയാണ്. ഇതാ ചേന ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇതുപോലെ ഫ്രൈ ആയാൽ മതി, കൂടുതൽ ഫ്രൈ ആവണ്ട. ഇനി ഇത് കോരിയെടുക്കാം. ഒന്ന് ചെറുതായി മുകളിൽ വശം ഇതുപോലെ ആയാൽ മാത്രം മതി. ഇനി ഇത് കോരിയെടുത്ത് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി കുറച്ച് എണ്ണയിലേക്ക് 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും ചേർത്ത് ഇനി ഇതൊന്ന് കളറിൽ മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം സവാളയും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് അധികം എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എണ്ണ കുറച്ച് മതി. കൂടുതൽ എണ്ണ തേങ്ങ വറുക്കുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ല പോലെ ഫ്രൈ ആയി കിട്ടും. തേങ്ങയിലുള്ള എണ്ണ കൊണ്ട് തന്നെ ഇത് നല്ല പോലെ കരിയാതെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇത് വറുത്തെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും. വലിയ തക്കാളിയാണെങ്കിൽ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ പൊടിയാണ്. നല്ല മണവും രുചിയുള്ള പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇനി ഇത് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. തണുത്ത ശേഷം അരച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഒരു തക്കാളി കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഫ്രൈ ആക്കി വെച്ച ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഈ വെള്ളത്തിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. ചേന കഷ്ണങ്ങളിൽ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിന് ഇതിൻ്റെ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും. 3 വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകവും 5-6 ചെറിയുള്ളിയും മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ചിക്കൻ കറി ടേസ്റ്റിലുള്ള വെജിറ്റേറിയൻ കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.